ഹായ് ഫ്രണ്ട്സ്, CSEB PSC ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന CSEB പരീക്ഷയ്ക്ക് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത് കുറച്ച് ബുക്സിനെ പറ്റിയിട്ടും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസിനെ പറ്റിയിട്ടുമാണ്. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഏതൊക്കെ ബുക്കുകളാണ് വാങ്ങി പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കോച്ചിങ് സെൻറ്ററിലാണ് നമുക്ക് പോയി ചേരേണ്ടത്. അങ്ങനെ പല ചോദ്യങ്ങളും അവരുടെ മനസ്സിലുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് ഞാനിവിടെ കുറച്ച് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ എക്സാമിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ബുക്കാണ് വീറ്റോൻ്റെ കോപ്പറേറ്റീവ് ഗുരു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനിതുപോലെ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടാണ് ഇതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത്. ഒരു ബിഗിനറിനെ തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ബേസ് ലെവലിലാണ് പല കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുക്സാണിത്. ഓരോ സബ്ജക്റ്റിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോൾ അതിന് ബേക്കിൽ കൊടുത്ത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേക്കിലായിട്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. അപ്പോൾ ഈ ബുക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എൻ്റെ അടുക്കലുള്ള ഞാൻ വാങ്ങുന്ന സമയത്തുള്ള ബുക്കാണിത്. അപ്പോൾ ഇതിൻ്റെ വീറ്റോൻ്റെ പുതിയ പബ്ലിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. വാങ്ങുന്ന ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. പിന്നെ ഞാൻ പറയാനുള്ളത്, ഞാനൊരു കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദേവികേൻ്റെ. ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത കോഴ്സാണിത്. ദേവിക കോളേജിൻ്റെ കോഴ്സാണ്. അപ്പോൾ അവരെനിക്ക് കുറച്ച് ബുക്സ് അയച്ചു തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 13ഓളം ബുക്സാണ് അവർ അയച്ചു തന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊരു റാങ്ക് ഫയൽ എന്നുള്ള പോലെ ഇങ്ങനെ കൊടുക്കാതെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ റാങ്ക് ഫയലൊക്കെ കയ്യിൽ വെച്ച് ബുദ്ധിമുട്ടുന്ന പല ആൾക്കാർക്കും നേരിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതെല്ലാം ഈ കുഞ്ഞു ബുക്കാവുന്ന സമയത്ത് കണ്ടില്ല, ഇതിൻ്റെ തിക്നെസ് കണ്ടില്ല, ഇത്രയും കുഞ്ഞാണ്. അപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഒരു യൂട്യൂബ് ക്ലാസ്സും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് ഇതുപോലെ ബുക്സ് അല്ല, പ്രിൻ്റഡ് നോട്ട്സാണ്. ഈ പ്രിൻ്റഡ് നോട്ട്സും നമുക്ക് വളരെയധികം മനസ്സിലാവുന്ന രീതിയിലാണ് അവർ കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷായാലും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അവർ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഓരോ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ ദേവികയുടെ ആണെങ്കിലും ദ്രോണാചാര്യൻ്റെ ആണെങ്കിലും ഞാൻ പിന്നെ ഒരു സഹകാരി റേസ് പ്ലസ് എന്ന് പറഞ്ഞ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറയുന്നതാണ്. അപ്പോൾ അടുത്തത് ഇത് APT പബ്ലിക്കേഷൻ്റെ ബുക്കാണ്. ഇതിപ്പോൾ ഇതല്ല ഞാൻ യൂസ് ചെയ്തിരുന്ന ബുക്ക്, ഇതല്ല, ഓൾഡ് പബ്ലിക്കേഷനാണ്. ഇതിപ്പം അവരുടെ പുതിയ പബ്ലിക്കേഷനാണ് APTൻ്റെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ ബുക്ക് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. കാരണം ഇത്രയും കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് കൂടിയ ബുക്ക് തന്നെ പറയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതിലേക്കൊരു ട്രാക്കിലേക്ക് കയറിയ ആൾ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും ഈ ബുക്ക്. പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ, ആക്ട് ആണെങ്കിലും റൂൾസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാങ്കിങ്, മോഡേൺ ബാങ്കിങ്, അക്കൗണ്ടൻസി, കോസ്റ്റിങ്, അതുപോലെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയാണെന്നുള്ള ബുക്സ്. പിന്നെ ഒരു പ്രീവിയസ് ഇയർ ബുക്സും കൂടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് എന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ കാര്യം മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, CSEB എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ സബ്ജക്റ്റ് മാത്രം പോരാ. 50 മാർക്കിനാണ് സബ്ജക്റ്റ് വരുന്നത്. ബാക്കി 30 മാർക്കിന് നമുക്ക് വരുന്നത് ഇംഗ്ലീഷും മാത്സും അതുപോലെ GK ആണ്.
അത് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഓരോ സബ്ജക്റ്റിനെ പറ്റിയിട്ടും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനിടുന്നതായിരിക്കും. അപ്പോൾ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഓരോ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകൾ മുന്നോട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.